അവനവൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും കുറിച്ചുള്ള വിചാരങ്ങളൊന്നും മറ്റൊരാളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലോടെ വിവാഹത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ വിവാഹമെന്ന സംവിധാനം കാത്തുസൂക്ഷിക്കണമെന്നും വിവാഹിതരല്ലാത്ത സ്ത്രീകൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് അവിവാഹിതയായ സ്ത്രീയെ വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകാൻ അനുവദിക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്. വിവാഹിതയാകാതെ അമ്മയാകാനുള്ള സ്വാതന്ത്ര്യത്തെ കോടതി ചേർത്ത് വെച്ചത് മാതാപിതാക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയുമായിട്ടാണ്. മറ്റൊരു ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന ഘട്ടം വരുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം നിരുപാധികമല്ലെന്ന ഓർമ്മപ്പെടുത്തലായി കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുരാഷ്ട്ര കമ്പനിയിലെ 44 വയസ്സുള്ള അവിവാഹിതയായ ജീവനക്കാരിയാണ് കോടതിയെ സമീപിച്ചത് ഈ ആവശ്യവുമായി. വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകാൻ അനുമതി നൽകണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ വിവാഹത്തിന് പുറത്ത് കുട്ടികളുണ്ടാകുന്ന പാശ്ചാത്യ മാതൃകയെ പിന്തുണയ്ക്കാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. വിവാഹ ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട് അമ്മയാവുക എന്നതാണ് ഇന്ത്യൻ രീതി. വിവാഹത്തിന് പുറത്ത് അമ്മയാകുന്ന ശൈലിയിൽ ആശങ്കയുണ്ട്. അച്ഛനും അമ്മയും ആരെന്നറിയാതെ പാശ്ചാത്യ നാടുകളിലെ പോലെ കുട്ടികൾ അലഞ്ഞു നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എല്ലാം ലഭിക്കില്ലെന്നും അമ്മയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്യണമെന്നും കോടതി നിരീക്ഷിച്ചു. വിവാഹിതയാകാൻ താല്പര്യമില്ലെന്നും ദത്തെടുക്കാൻ കാലതാമസമുണ്ടെന്നും പറഞ്ഞ യുവതിയുടെ അഭിഭാഷകൻ വാടക ഗർഭധാരണത്തിനുള്ള അവകാശം അവിവാഹിതർക്ക് നിഷേധിക്കുന്നത് വിവേചനമാണെന്നും ചൂണ്ടിക്കാട്ടി. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ വാടക ഗർഭധാരണ നിയമപ്രകാരം വിധവയോ വിവാഹമോചിതയോ ആയ 35 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാകാൻ സാധിക്കുക. അവിവാഹിതർക്ക് ഇത് സാധിക്കില്ല. ഇത് ചോദ്യം ചെയ്താണ് യുവതി കോടതിയെ സമീപിച്ചത്. 2023 ഒക്ടോബർ 17 സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള വിധിയിലും കുടുംബസങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു സുപ്രീം കോടതി. സ്വവർഗ ബന്ധം കുറ്റകരമല്ലെങ്കിലും അത്തരം വിവാഹങ്ങൾക്ക് അംഗീകാരമില്ലെന്നാണ് കോടതി വിധിച്ചത്. സ്വവർഗ അനുരാഗികളുടെ ജൈവ മാനുഷിക അവകാശങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് അവരെ ഉൾപ്പെടുത്താനുള്ള നീക്കം കോടതി തടയുകയായിരുന്നു. എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള മനുഷ്യൻ്റെ അടക്കാനാവാത്ത ആഗ്രഹത്തെ സഫലീകരിക്കുന്ന മറ്റൊരു സംവിധാനവും കുടുംബത്തിന് പകരമായില്ല. വിവാഹബന്ധത്തിന് പകരമായില്ല, പകരം വയ്ക്കാനില്ല. അതിനെ അട്ടിമറിക്കാനുള്ള വൈമുഖ്യം ഈ കോടതി വിധിയിലുണ്ട്. ഒരു കുഞ്ഞ് പിറക്കുമ്പോഴാണ് അമ്മയും അച്ഛനും പിറക്കുന്നത്. അമ്മയും കുഞ്ഞും കുടുംബത്തിൽ പിറക്കട്ടെ എന്നാണ് ഈ കോടതി വിധി ഉച്ചൈസ്തരം പറയുന്നത്.